ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഹെയർ ഡേ എന്ന് പറയുന്നത് നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ഹെയർ ഡേ ആണ് കേട്ടോ. ഇതിനൊരു ഹെയർ മാസ്ക് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നരച്ച മുടി കറുപ്പിക്കാനും അകാല നരയൊക്കെ തടയാനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഡേ ആണിത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ 100% നാച്ചുറലായിട്ടുള്ളതാണ്. സാധാരണ നമ്മുടെ തലയിൽ ഒന്നോ രണ്ടോ മുടിയൊക്കെ നരച്ച് വരുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ അത് പിഴുത് കളയും, അല്ലെങ്കിൽ വേഗം ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്നൊരു ഹെയർ ഡേ വാങ്ങി അപ്ലൈ ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള മുടി കൂടി നരയ്ക്കാനാണ് സാധ്യതയുള്ളത്. ഇതുപോലെയുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഹെയർ ഡേകൾ, കെമിക്കൽ അടങ്ങിയ ഹെയർ ഡേകൾ, അമോണിയ അടങ്ങിയ ഹെയർ ഡേകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾക്ക് പലവിധ അസുഖങ്ങളും വരാനുള്ള സാധ്യതകളുമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന പലവിധ എണ്ണകൾ വാങ്ങി ഉപയോഗിക്കാറുണ്ടല്ലോ, മുടി കറക്കാനും മുടി വളരാനും എന്നൊക്കെ പറഞ്ഞ് പലവിധ പരസ്യങ്ങളാണ് ഇന്ന് മാർക്കറ്റിൽ. ഇതൊക്കെ നമുക്ക് സ്കിന്നിന് അലർജി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ സ്കിൻ റാഷസ്, മഹാരോഗങ്ങൾ, ക്യാൻസർ പോലെയുള്ള മഹാരോഗങ്ങൾ പോലും ഈ ഒരു ഹെയർ ഡേകൾ കൊണ്ട് ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെയർ ഡേകൾ ഉണ്ടാക്കി ഉപയോഗിക്കുക. അതുപോലെ ഒരു ഹെയർ ഡേ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് ആദ്യം ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഹെയർ ഡേ മിക്സ് ചെയ്യാനായിട്ടുള്ള വെള്ളം തയ്യാറാക്കാനാണ് ഈ വെള്ളം എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ തേയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10-12 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രാമ്പും തേയിലയൊക്കെ മുടി നന്നായി കറുത്ത് കിട്ടാനും അതുപോലെ തന്നെ ഇത് നമ്മൾ സ്ഥിരമായിട്ട് മുടി വാഷ് ചെയ്യാനൊക്കെ യൂസ് ചെയ്താൽ മുടി നന്നായി വളരാനും മുടിക്ക് നല്ല തിളക്കം നൽകാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു 5-6 ഉണങ്ങിയ ചെമ്പരത്തിപ്പൂവാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എൻ്റെ കയ്യിൽ ഇവിടെ ഇരുന്നുകൊണ്ട് ചേർത്തുന്നുള്ളൂ. ഇത് നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് യാതൊരുവിധ ദോഷവുമില്ല. ചെമ്പരത്തിയൊക്കെ മുടിക്ക് എത്രത്തോളം നല്ലതാണെന്നുള്ള കാര്യം എല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യമാണ്. ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ച് ചെറു തീയിലിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇതിൻ്റെ സത്തൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറു തീയിലിട്ട് വറ്റിച്ചെടുക്കുക എന്ന് പറയുന്നത്. നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചത് ഏകദേശം 1 ഗ്ലാസോളം ആക്കി നമുക്ക് വറ്റിച്ചെടുക്കണം. മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള നിറം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് തേയില. അതുപോലെ തന്നെ ഗ്രാമ്പൂ നമ്മുടെ തലയോട്ടിലുണ്ടാകുന്ന താരൻ, ചൊറിച്ചിൽ അങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങളെ അകറ്റാനും മുടി നന്നായി വളരാനും മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കൊടുക്കാനും സഹായിക്കുന്നതാണ്. ചെമ്പരത്തിയുടെ ഗുണങ്ങൾ പിന്നെ പറയേണ്ടത്. ചെമ്പരത്തിയുടെ ഇലയും പൂവും എല്ലാം നമുക്ക് മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ഇപ്പോൾ ഞാൻ ഈ വെള്ളം തിളപ്പിച്ച് ഏകദേശം 1 ഗ്ലാസ് ആക്കി വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ആറിയതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കാം. ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹെയർ ഡേ മിക്സ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഹെയർ ഡേ ഉപയോഗിക്കാനോ ഹെയർ മാസ്ക് ഉപയോഗിക്കാനോ സമയമോ താല്പര്യമോ ഒന്നും ഇല്ലാത്തവർക്ക് ഇതുപോലെ ഈസി ആയിട്ട് തന്നെ മുടി കറുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യണമെന്ന് മാത്രം. ഈ ഒരു വെള്ളം നമ്മൾ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് മുടിയിൽ സ്പ്രേ ചെയ്ത് യൂസ് ചെയ്താൽ മതി. ഇങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും താരനൊക്കെ മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മളുടെ ഹെയർ ഡേയുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് പരിചയപ്പെടാം. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ്, പീച്ചിങ്ങ അഥവാ റെഡ് ഗോഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇതൊരു വെജിറ്റബിൾ ആണ്. സാധാരണ നമ്മുടെ കറി വെക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. നോർത്ത് ഇന്ത്യയിലാണ് ഇത് സാധാരണ കൂടുതലായിട്ട് ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടുള്ളത്. കേരളത്തിൽ ഉപയോഗിക്കുമെന്ന് തോന്നുന്നു, കൂടുതലായി എനിക്കറിയില്ല. ഇത് ഞാനൊരു വലുതും ഒരു ചെറുതും എടുത്തിട്ടുണ്ട്. ഈ പീച്ചിങ്ങ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിന് മുന്നേ 2 നെല്ലിക്ക കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ഒരു പഴകിയ നെല്ലിക്കയാണ്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക കിട്ടുകയാണെങ്കിൽ അതെടുക്കുക കേട്ടോ. മുടി കറുപ്പിക്കാനായിട്ട് പീച്ചിങ്ങ വളരെയധികം ഗുണകരമാണെന്നുള്ള കാര്യം അധികം ആർക്കും അറിയാത്തൊരു കാര്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പീച്ചിങ്ങ ഒരു ട്രഡീഷണൽ റെമഡി തന്നെയാണ് കേട്ടോ. പണ്ട് കാലം മുതലേ ഈ പീച്ചിങ്ങ ഉപയോഗിച്ചിട്ട് ആയുർവേദ ഓയിലുകളൊക്കെ ഉപയോഗിച്ചിരുന്നു. ഇതൊക്കെ നന്നായിട്ട് മുടി കറുക്കാനും അതുപോലെ തന്നെ മുടി വളരാനും ഒക്കെ സഹായിച്ചിരുന്നു. പണ്ട് കാലം മുതലേ ഇത് ഉപയോഗിച്ചിരുന്ന ആൾക്കാർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു റെമഡി തന്നെയാണിത്. ഈ നെല്ലിക്കായും പീച്ചിങ്ങയും ഞാൻ നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. പീച്ചിങ്ങയിൽ ധാരാളം ന്യൂട്രിയൻസ് ഉണ്ട്. ഇത് ഹെയർ ഫോളിക്കിൾസിനെ റിജുവിനേറ്റ് ചെയ്ത് മെലാനിൻ പ്രൊഡക്ഷൻ കൂട്ടുന്നു. നമ്മുടെ ഈ ഒരു ഹെയർ ഫോളിക്കിൾസിലുള്ള മെലാനിൻ പ്രൊഡക്ഷൻ കുറയുമ്പോഴാണ് നമുക്ക് നര വരുന്നത്. അകാല നര വരാനുള്ള പ്രധാനപ്പെട്ട കാരണം അതുതന്നെയാണ്. നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. ഇനി ഞാനിത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെല്ലിക്ക നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. നെല്ലിക്കയിലും ധാരാളം ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മുടി നന്നായിട്ട് കറുപ്പിക്കാനായിട്ട് സഹായിക്കുന്ന മറ്റൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് കൂടിയാണ് നെല്ലിക്ക. അതുകൊണ്ട് നെല്ലിക്കയും ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ ഒരു ഹെയർ ഡേ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കണം. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെറിയ കഷ്ണങ്ങളായി ഒന്ന് മുറിച്ചെടുത്തത്. ഞാൻ ഇനി മിക്സിയിൽ ചെറിയ ജാറിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പീച്ചിങ് ഉപയോഗിച്ചിട്ടുള്ള ഹെയർ ഡേയും ഹെയർ ഓയിലും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളവർക്ക് 100% റിസൾട്ടാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കിയ ആ തേയില വെള്ളം ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം.
ഇപ്പോൾ നമ്മൾ പീച്ചിങ്ങയും നെല്ലിക്കയും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല പേസ്റ്റ് പോലെ തന്നെ അരിഞ്ഞ് കിട്ടണം കേട്ടോ. എങ്കിലും കുറച്ച് തരിതരിയായിട്ട് തന്നെ നമുക്കിത് അരിഞ്ഞ് കിട്ടുകയുള്ളൂ. ഒരുപാട് അങ്ങനെ പേസ്റ്റ് പോലെയൊന്നും ആയി കിട്ടില്ല. ഇനി ഇത് മാത്രമായിട്ട് നമുക്കൊരു ഹെയർ മാസ്കായി യൂസ് ചെയ്യാം കേട്ടോ. ഇതിൽ തൈര് ചേർത്തതിന് ശേഷം മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് നമുക്ക് ഹെയർ മാസ്കായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഈ ഒരു അരച്ചെടുത്തുകൊണ്ട് വന്ന ഈ ഒരു മിക്സ് നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു വെള്ളം മാത്രം മതി നമുക്ക്. ഇത് നന്നായിട്ട് സത്തൊക്കെ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായി പ്രസ് ചെയ്ത് വേണം നമ്മളൊന്ന് അരിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അരിച്ചെടുത്തപ്പം ഇത്രയും നമുക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇനി ഈ വെള്ളം വേണമെങ്കിൽ നമുക്ക് മുടിയിൽ സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് മുടി വളർച്ചയ്ക്കും മുടിയുടെ അകാല നര തടയാനും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ. ഇനി ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇനി ഞാനിവിടെ ഹെയർ ഡൈ തയ്യാറാക്കാൻ പോവാണ്. അതിനായിട്ട് നമ്മുടെ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. ഏതൊരു ഹെയർ ഡൈ തയ്യാറാക്കുമ്പോഴും ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയോ ഇരുമ്പിൻ്റെ പാത്രങ്ങളോ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ രാജസ്ഥാനി ഹെന്നയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് രാജസ്ഥാനി ഹെന്ന വേണമെങ്കിൽ ഞാനിവിടെ ടാഗ് ചെയ്ത് പ്രൊഡക്റ്റിൽ കൊടുത്തിരിക്കാം. വേണമെങ്കിൽ അതിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. നല്ല ഹെന്നയാണ് കേട്ടോ. ഇത് നന്നായിട്ട് നമ്മുടെ മുടിയിൽ സ്റ്റെയിൻ നിലനിർത്തും. എൻ്റെ മുടിക്ക് ഇപ്പോൾ ഒരു നല്ല ബ്രൗൺ കളറൊക്കെ കിട്ടാനുള്ള കാരണവും ഈ ഒരു രാജസ്ഥാനി ഹെന്ന സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മളിപ്പം ഹെന്ന മാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്താലും വളരെ നല്ലതാണ് കേട്ടോ. ഇനി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഭൃംഗരാജ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഭൃംഗരാജ്. ഇതിനെ കേശരാജൻ എന്നാണ് പറയുന്നത്. അത്രയും എഫക്റ്റീവായിട്ടുള്ളൊരു പൊടിയോ അല്ലെങ്കിൽ ഇതിൻ്റെ ചെടി പറിച്ചെടുത്ത് നമുക്കതിൻ്റെ നീരെടുത്താലും മതിയാവും. ഇപ്പോൾ ചെടി അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് നമ്മളിതിൻ്റെ പൗഡർ വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഭൃംഗരാജിൻ്റെ പൗഡറിന് ശേഷം പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏതൊരു ഹെയർ ഡൈ തയ്യാറാക്കുന്ന സമയത്തും ഭൃംഗരാജും നെല്ലിക്കയും കമ്പൽസറി യൂസ് ചെയ്താൽ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ ഡൈ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ വെള്ളം ഉപയോഗിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഈ ഒരു ഹെയർ ഡൈ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ആ ഒരു കൺസിസ്റ്റൻസിയിലേക്കാണ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഒരുപാട് വെള്ളം കൂടിപ്പോയാൽ മുടിയിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന പരുവാകും. അതുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ആ ഒരു രീതിയിൽ തന്നെ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് മിക്സ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ ഗ്ലാസ് ബൗളിലോ ഇത് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 2-3 ഇരുമ്പിൻ്റെ ആണിയോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചെറിയ കമ്പികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇതൊരു മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ സാധാരണ ഓവർനൈറ്റ് വെച്ചിട്ടാണ് രാവിലെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഓവർനൈറ്റ് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ കുറച്ചുകൂടി സമയം നമുക്ക് കിട്ടും എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഓവർനൈറ്റ് വെച്ച് യൂസ് ചെയ്യുന്നത്. ഒരു 5 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഇത് വെച്ചിരിക്കണം. അപ്പോൾ ഞാനിത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലേക്ക് ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഈ ഒരു ഹെയർ ഡൈ മിക്സ് ചെയ്തുണ്ടല്ലോ അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇരുമ്പിൻ്റെ അംശം അല്ലെങ്കിൽ ഈ ഒരു തുരുമ്പിൻ്റെ അംശം എത്താനായിട്ട് സഹായിക്കും. ഇരുമ്പ് നമ്മുടെ മുടിക്ക് വളരെയധികം ഗുണകരമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. ഇരുമ്പ് മുടിയിലേക്ക് എത്തുന്നതുകൊണ്ട് അയണിൻ്റെ ആ ഒരു ഡെഫിഷ്യൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറയാനായിട്ട് സഹായിക്കും. ഇനി ഞാനിത് ഓവർനൈറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക്. രാവിലെ ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ഡേ ഒക്കെ നല്ല കറുപ്പ് കളറിലായി കിട്ടിയിട്ടുണ്ട്. നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ ഡേ ആണ് നമ്മളിന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഒരു ഹെയർ ഡേ ഉപയോഗിച്ച് എല്ലാവർക്കും തന്നെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓയിലൊക്കെ ഉപയോഗിച്ച ആൾക്കാർ പറയുന്നത് നല്ല രീതിയിൽ റിസൾട്ട് ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടി എന്നുള്ളതാണ്. റിവേഴ്സ് ഗ്രേ ഹെയറിന് അല്ലെങ്കിൽ റിവേഴ്സ് ഗ്രേയിങ്ങിനെ സഹായിക്കുന്ന ഒരു അടിപൊളി ഹെയർ ഡേ ആണിത്. ഇനി ഞാൻ ഈ ഹെയർ ഡൈ നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വെള്ളം പോരാന്നുണ്ടെങ്കിൽ നമ്മൾ തലേദിവസം തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു വെള്ളത്തിൻ്റെ ബാലൻസ് ഉണ്ടാവുമല്ലോ, ആ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്യാവുന്നതാണ്. ഇനി ഈ വെള്ളം ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കളയരുതേ. ഇതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് മുടിയിൽ സ്പ്രേ ചെയ്ത് ഉപയോഗിച്ചാൽ മതി. ഇനി ഞാൻ ഈ ഹെയർ ഡൈ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുടിയിലെ എണ്ണയെല്ലാം ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്ത് കളയുക. അതിനുശേഷം മാത്രമേ മുടിയിലേക്ക് ഹെയർ ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കാവുള്ളൂ. എങ്കിൽ മാത്രമേ ഇതിൻ്റെ നല്ലൊരു സ്റ്റെയിൻ നമ്മുടെ മുടിയിലേക്ക് പിടിക്കുകയുള്ളൂ. ഇനി ഇത് മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം 1-2 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു ഷവർ ക്യാപ്പ് ഉപയോഗിച്ച് മുടിയൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഹെന്ന ഇട്ടതുകൊണ്ട് തന്നെ മുടി നന്നായിട്ട് ഡ്രൈ ആവും. അതുകൊണ്ട് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് മുടി പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒരു ഷവർ ക്യാപ്പ് ഉപയോഗിച്ച് കവർ ചെയ്യണമെന്ന് പറയുന്നത്. കുളിക്കുന്നതിന് 2-3 മണിക്കൂർ മുമ്പ് ഇത് നമുക്ക് മുടിയിലേക്ക് തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം കുറഞ്ഞത് 1-1.5 മണിക്കൂറൊക്കെ വെച്ചാൽ മതി. 2 മണിക്കൂറൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഷാമ്പൂ സോപ്പോ ഒന്നും ഉപയോഗിക്കരുത് വാഷ് ചെയ്യുമ്പം. ഇനി ഒരുപാട് മുടി ഡ്രൈ ആയെന്ന് കണ്ടാൽ നന്നായിട്ട് ഒന്ന് ഓയിൽ മസാജ് ചെയ്താൽ മതി. അതിനുശേഷം ഒരു 3 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഷാമ്പൂ യൂസ് ചെയ്യാവുന്നതാണ്. അത് മൈൽഡ് ഷാമ്പൂ യൂസ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളിതിൽ നമ്മുടെ ഈ സ്റ്റെയിനൊക്കെ മുടിയിൽ പിടിച്ചിരിക്കുന്നതെല്ലാം ഷാമ്പൂ ഉപയോഗിച്ചാൽ വാഷ് ഔട്ടായി പോകും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഹെയർ ഡൈ ഉപയോഗിക്കുമ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിലാണ് നല്ല റിസൾട്ട് കിട്ടുന്നത്.
പിന്നെ ഹെന്ന പൗഡർ എടുക്കുമ്പോൾ രാജസ്ഥാനി ഹെന്ന തന്നെ വാങ്ങി ഉപയോഗിക്കുക. അതാണ് കൂടുതലായിട്ട് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് കളർ തരുന്നത്. 2 ദിവസം ആകുമ്പോഴേക്കുമാണ് നമ്മുടെ ഈ ഒരു ഹെയർ ഡേയുടെ ഡൈ റിലീസ് ആവുന്നത്, അതായത് ഇതിൻ്റെ ഒരു കളർ റിലീസ് ആവുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഷാമ്പു ഇട്ട് പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് കളയരുതെന്ന്. ഇപ്പോൾ ഇത് കണ്ടോ, എൻ്റെ മുടിയിൽ കളർ ചെയ്തൊന്നും അല്ല കേട്ടോ, നമ്മുടെ രാജസ്ഥാനി ഹെന്നയുടെ ആ ഒരു കളറാണ്. ഇങ്ങനെ കളർ ചെയ്യേണ്ടവർക്ക് ഈ ഹെന്ന തന്നെ സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ മതി. കളർ ചെയ്ത പോലെയാകും, നമ്മൾ കെമിക്കലൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ മാത്രം നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു, ബൈ, ടേക്ക് കെയർ.